നൈഫ് മാർക്കറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നാട്ടിലെ മിഠായി തെരുവെന്ന് പറയുന്ന പോലെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഞാനിവിടെ വന്ന സമയത്ത്, ദുബായിൽ വന്ന സമയത്ത് ദേരയിലായിരുന്നു 6 വർഷത്തോളം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വീക്കെൻഡുകളിലും ഇവിടെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാഷൻ ഐറ്റംസ്, അബായകൾ, വെറൈറ്റി അബായകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാസ്പോർട്ട് പുതുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പം ഏകദേശം 4 വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പഴയ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെ കയറിയതായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. ഹസ്ബൻഡിന് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളങ്ങനെ ഓഫീസിലോട്ട് പോയി. നമ്മളോട് വണ്ടി ടാക്സി പിടിച്ച് തരാൻ പോവില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സൂക്കിൽ കയറിയിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു. ഇവിടെ ഒരുപാട് ഫാഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുട്ടികളുടെ ടോയ്സ് ആയാലും ബാഗുകൾ, സ്കൂളിലോട്ടുള്ള ബാഗുകൾ, അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പം ജ്യൂസൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഈ ഒരു മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക്. ഞാനപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഉള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലുണ്ടോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഒരുപാട് മലയാളി ഷോപ്പുകളും പല കൺട്രീസിലുള്ള ആളുകളുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഹാൻഡ് ബാഗിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. കുട്ടി കുട്ടി ഷോപ്പുകളാണ്. ഞാനിങ്ങനെ ആളുകൾ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചിട്ടാണ് എടുത്തിരുന്നത് കേട്ടോ. പിന്നെ അബായകൾ, വെറൈറ്റി അബായകളുണ്ട്. ഞാൻ ഇപ്പോൾ കൂടുതലും അൽബത്തൂൽ എന്നുള്ള അബായ ഷോപ്പിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യിക്കാറാണ് ചെയ്യാറ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതെ പോരാൻ തോന്നില്ല കേട്ടോ. കാരണം അത്രയും ഭംഗിയുള്ള കളക്ഷൻസ്. ഇതൊക്കെ ഓപ്പൺ അബായകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പല കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക്, ഗ്രീന്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവർ 180 ദിർഹംസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് തരും കേട്ടോ. അവർ ചുമ്മാതെ അങ്ങ് പറയും. ഞാൻ ആദ്യത്തിലൊക്കെ ഇവിടെ താമസിക്കുന്ന സമയത്ത് വരുമ്പോഴൊക്കെ ഇവർ ഇതേപോലെ 200 പറഞ്ഞിട്ട് നമുക്ക് വളരെ റേറ്റ് കുറച്ച് തരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ അവർ കുറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലായി ഒരുപാട് കൂട്ടിയിരുന്നു. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബ്ലാക്കിലൊക്കെ. ഇത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നില്ല. പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടായിരുന്നു, ടോയ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ അങ്ങനെ ഇത് നമ്മുടെ വളകളും മാലകളൊക്കെയാണ് കേട്ടോ. പല മോഡൽസ് ഉണ്ടായിരുന്നു. ഫാഷൻ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ പോകില്ല. അതേപോലെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഉണ്ട്. അതേപോലെ ഹാൻഡ് ബാഗ്സ്, ഒരുപാട് ഹാൻഡ് ബാഗിൻ്റെ ഷോപ്പുകളുണ്ട്. ഒരു 20 എണ്ണം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പക്ഷെ അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. ഇതിലൊരുപാട് വെറൈറ്റി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദേരയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനത്തതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അത്രയും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നൈഫ് സൂക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമായതുകൊണ്ടും ഇവിടുത്തെ കളക്ഷൻസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടുത്തെ ഒരു കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അല്ലേ. ഞാൻ ഈ ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമല്ല കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു സൂക്കിൻ്റെ ഉള്ളിൽ. അബായുടെ മാത്രം ഒരു 100 ഷോപ്പെങ്കിലും ഉണ്ടാവും കേട്ടോ. അതേപോലെ ഷോളുകൾ, ഡ്രസ്സുകൾ, നമുക്ക് ആവശ്യമുള്ള സ്കേർട്ട്, ടോപ്പ്, അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമുള്ള ഹാൻഡ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, ട്രോളി ബാഗുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനതങ്ങനെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ മാക്സികളാണ് കേട്ടോ. എനിക്ക് ഇതൊന്നും യൂസ് ആക്കിയിട്ട് പരിചയമില്ല. കാരണം ഞാൻ ഇങ്ങനത്തതൊന്നും വാങ്ങിക്കാറില്ല. ഞാനിവിടുന്ന് സ്കേർട്ട്സ്, ഷോള്, അങ്ങനത്തതൊക്കെയാണ് വാങ്ങിക്കാറ്. പിന്നെ അബായ വാങ്ങിക്കാറുണ്ട്. ഇത് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ പുറത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതേപോലെ അബായയുടെയും ബാഗിൻ്റെ ഒക്കെ കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തതാണ്. ഇതും ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ. ഈ ഹാൻഡ് ബാഗ് മേലെ വെച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ആണല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ.